ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്കും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന കുറച്ച് എപ്പിസോഡുകൾ കുറച്ച് ഞാൻ പറയാട്ടോ. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കടക്കാമേ. അങ്ങനെ നമ്മുടെ രേവതിയുടെയും മാമച്ചന്റെ സീനല്ലേ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. വളരെ രസമുണ്ടായിരുന്നു അവരുടെ ആ ഒരു സീന് കാണാനല്ലേ. ചെറിയൊരു കോമഡി രൂപത്തിലൊക്കെ നമ്മുടെ രേവതി പറയുകയും അതിനനുസരിച്ച് മാമച്ചൻ വർത്താനം പറയുന്നൊക്കെ കേൾക്കാൻ ഒരു രസമുണ്ട്. ഏതായാലും അത് കഴിഞ്ഞാണ് ഇന്ന് പ്രമോ കാണിച്ചത്. രേവതിക്ക് അവിടെ സുഖജീവിതം തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും. പക്ഷേ നമ്മുടെ അലീനയാണല്ലോ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. സ്വന്തം അമ്മയുടെ കയ്യിൽ നിന്ന് ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും ആ പെങ്കൊച്ച് വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം വേറൊന്നുമല്ല. നമ്മുടെ രേവതിക്കല്ല, അലീനയ്ക്കില്ലാത്ത കുറ്റമില്ല, കുറവില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണല്ലോ വൈജ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അലീനേനെ കള്ളിയാക്കുന്ന ഒരു ചെറിയൊരു പരിപാടിയും കൂടിയാണ് കേട്ടോ. അപ്പൊ സത്യത്തില് മോതിരം കാണുന്നില്ല. നമ്മുടെ വൈജയുടെ ഒരു മോതിരം അവിടെ ഉണ്ടായിരുന്നു, ആ ഒരു മോതിരം കാണുന്നില്ല. ആ ഒരു മോതിരം എവിടെ പോയെന്ന് അറിയത്തില്ല. എന്തോ ഒരു ചെറിയ പ്രത്യേകതയുള്ളൊരു മോതിരമാണ് കേട്ടോ അത്. അപ്പൊ ആ ഒരു മോതിരം കാണുന്നില്ല. ഇതുവരെ ആ മോതിരം അവിടെ നിന്ന് ആരും എടുത്തിട്ടുമില്ല. അപ്പൊ അവിടെ ആ ഒരു മോതിരം എല്ലാവരും കാണുന്ന സ്ഥലത്തെങ്ങാണ്ടാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്തോ ഒരു പ്രത്യേകതയുള്ള മോതിരമാണ് കേട്ടോ. അപ്പൊ അത് വ്യക്തമായിട്ട് ഞാൻ നാളെ ഫുൾ വിശേഷത്തിൽ പറയാം. അപ്പം ആ ഒരു മോതിരം കാണാത്തത് വലിയൊരു പ്രശ്നമാവുകയാണ്. ആ വീട്ടിലുള്ള എല്ലാവരെയും വൈജ ചോദ്യം ചെയ്യുന്നുണ്ട്. വൈജയുടെ മക്കളെയും കെട്ടിയവനെയും ഒക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ അലീനയും ചോദ്യം ചെയ്യാണ്. അപ്പൊ അവിടെ ഇപ്പം പുറത്തുനിന്ന് വന്നിട്ട് ഒരാളെന്ന് പറഞ്ഞാൽ അലീന മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അലീനയുടെ തലയിൽ ആ കുറ്റം അങ്ങ് കെട്ടിവെക്കുകയാണ്. ഈ പറയുന്ന മക്കളും എല്ലാവരും കെട്ടിവെക്കുകയാണ്. പക്ഷെ ഈ മോതിരം പോയ വഴി ഏതാന്ന് നിങ്ങൾക്ക് അറിയാമോ? അത് ഞാൻ പറഞ്ഞു തരാം. ഏതായാലും ഞാൻ കഥയിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നാളെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന ജോലിയൊക്കെ ചെയ്ത് മുത്തശ്ശിയുടെ അടുത്ത് പോയി ഇരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനയാണെങ്കിൽ പല പല കാര്യങ്ങളും ഓർമ്മകളും ഒക്കെ മുത്തശ്ശിയോടാണ് അയവിറക്കുന്നത്. അതായത് നമ്മുടെ സ്നേഹനികേതനിലെ കാര്യങ്ങളൊക്കെ. അങ്ങനെ എനിക്കൊരു അനിയത്തിക്കുട്ടിയുള്ള കാര്യവും അതുപോലെ ഒരു കുഞ്ഞുള്ള കാര്യവും, അതായത് നമ്മുടെ ചിന്നുമോളില്ലേ, മോളുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശിക്ക് ഭയങ്കര ആഗ്രഹം ഇവരെയൊക്കെ കാണാൻ. അങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, സത്യമായിട്ട് നീ പറയുമ്പോഴത്തേക്കും അതൊരു സ്വർഗമായിട്ടാണ് മോളെ എനിക്ക് തോന്നുന്നത്. സ്നേഹനികേതൻ എന്ന് ആരാ അതിന് പേരിട്ടത്? അതും എൻ്റെ മമ്മി തന്നെയാ. സ്നേഹനികേതൻ, അതെ, ആ പേര് പോലെ തന്നെയാ മുത്തശ്ശി. അവിടെ ഉള്ളവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ മമ്മിക്ക്. എൻ്റെ മമ്മി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനും രേവതിയും ചിന്നുമോളും അവിടെ ഉണ്ടായിരുന്ന നിവാസികളൊക്കെ ഏതെങ്കിലും തെരുവോരങ്ങളിൽ ഭിക്ഷ എടുത്ത് ജീവിക്കേണ്ടി വന്നേനെ. പക്ഷെ ഞങ്ങളുടെ മമ്മി ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇത്രയും സൗകര്യമൊക്കെ കിട്ടിയത്. മോളെ, എന്ത് സൗകര്യം കിട്ടിയെന്നാ മോളീ പറയുന്നത്? അലീനെ, നിനക്കിവിടെ ബുദ്ധിമുട്ടല്ലേ മോളെ? നീ ഈ വീട്ടിലെ പണികളെല്ലാം ചെയ്യുമല്ലേ മോളെ? മാത്രമല്ല നിനക്ക് എന്നെ നോക്കണം. അതുപോലെ തന്നെ ദേ, വേറെ ഒന്നും വേണ്ട. വൈജയുടെ വായിലിരിക്കുന്നതൊക്കെ നീ കേൾക്കുന്നില്ലേ? അതൊക്കെ ശരിയാണ്, അത് സാരമില്ല. എനിക്ക് വേണ്ടപ്പെട്ടവര് എന്നെ എന്ത് പറഞ്ഞാലും ഞാനങ്ങ് സഹിക്കും. അതൊന്നും ഒരു പ്രശ്നമില്ല. ആ പറയുന്ന നേരത്തെ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ മുത്തശ്ശി എനിക്ക്, അല്ലാതെ എനിക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മമ്മീനെ കുറിച്ച് അപവാദം പറയാതിരുന്നാൽ മാത്രം മതി. എന്നെ അടിക്കുവോ തൊഴിക്കുവോ എന്തെങ്കിലും പറയുവോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് ഒരു പ്രശ്നമില്ല. ഇതൊക്കെ എനിക്ക് കിട്ടിയ ബോണസായിട്ടാ മുത്തശ്ശി ഞാൻ കരുതിയിരിക്കുന്നത്. കാരണം ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ലേ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്നൊന്നും. അപ്പൊ പിന്നെ ഇതൊക്കെ എനിക്ക് കിട്ടിയ ബോണസ് അല്ലേ. ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ മോളെ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ മനുഷ്യരൊക്കെ ഈ ലോകത്തില് ജീവിക്കുന്നത് തന്നെ സ്വത്തിനും പണത്തിനും ആഭരണങ്ങൾക്കും എല്ലാത്തിനും വേണ്ടിയാ. ഡ്രസ്സുകള്, എല്ലാവരേക്കാൾ കൂടുതൽ ഏറ്റവും നല്ലതിടുക എന്നതാണ് ഇപ്പോഴത്തെ മനുഷ്യരുടെ ലക്ഷ്യം. പക്ഷെ മോൾ അതുപോലെയല്ല, ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അങ്ങനെ വേണം, അല്ലാതെ ആർഭാടവും സമ്പത്തും എല്ലാം കുന്നുകൂട്ടിയിട്ടിട്ട് എന്താ കാര്യം? ഇപ്പൊ കണ്ടില്ലേ കിടക്കുന്നത് ഒരു മൂലയ്ക്ക്. ആയ കാലത്തുണ്ടായിരുന്നു, ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടേ ജീവിക്കുമ്പോഴേ പിശുക്ക് ജീവിക്കാതിരിക്കുക. മാത്രമല്ല, ആയുസുള്ളപ്പോഴും നമുക്കാകുന്ന കാലത്തൊക്കെ മറ്റുള്ളവനെ കൊടുത്ത് സഹായിക്കുക. എനിക്കോ അതൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന കുഞ്ഞിരാമമേനോനെ ഭയങ്കര പിശുക്കനായിരുന്നു മോളെ. ആരായിരുന്നു സാധനം എന്നറിയാമോ? അത്രയ്ക്ക് സാധനമായിരുന്നോ മുത്തശ്ശിയുടെ കെട്ടിയോനെ? എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞിരാമമേനോൻ ഞങ്ങളുടെ അവിടെ സ്നേഹനികേതനില് അത്യാവശ്യം സഹായങ്ങളൊക്കെ ചെയ്തൊരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനെ കുറിച്ചാണോ ഇങ്ങനെയൊക്കെ മുത്തശ്ശി പറയുന്നത്? അറുത്ത കൈക്ക് ഉപ്പ് തേക്കത്തില്ല. എൻ്റെ പൊന്നു മോളെ, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ആ സ്നേഹനികേതനില് ഇങ്ങനെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് സഹായിച്ചതെന്ന്.
സത്യമായിട്ടും ആർത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരു സാധനം ഉണ്ടെങ്കിൽ അതെന്റെ കെട്ടിയോൻ തന്നെയാ. അതേത് നേരവും നാട്ടുകാരും ബന്ധുക്കാരും ഒക്കെ പറയും 5 പൈസ ഒരു വിഷക്കാരന് പോലും കൊടുക്കത്തില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വെറുതെയാ. മുത്തശ്ശനില്ലേ, മരിച്ചുപോയ മുത്തശ്ശൻ, സത്യമായിട്ടും മുത്തശ്ശനും എൻ്റെ ദൈവം തന്നെയാ. മനുവേട്ടനും മുത്തശ്ശനും എല്ലാവരും കൂടി ചേർന്നല്ലേ എന്നെ ഇവിടെ എത്തിയതും ഈ മുത്തശ്ശിനെ എനിക്ക് കാണാനായിട്ട് സാധിച്ചതും. അത് ശരിയാ, അതിന് ഞാൻ എൻ്റെ മരിച്ചുപോയ കെട്ടിയവനോട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹം മരിക്കാൻ നേരമെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തു തന്നല്ലോ എന്ന് ഓർത്തിട്ട്. ഏതായാലും അങ്ങനത്തെ കുറച്ച് സീനൊക്കെ കാണിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ വരികയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മറ്റേ വൈജയുടെ മൂത്ത മോനുണ്ടല്ലോ, മൂത്ത പുള്ളിക്കാരൻ നമ്മുടെ അലീനയുടെ അടുത്തേക്ക് ഇച്ചിരി റോങ് ആയിട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഹരിശങ്കർ പറഞ്ഞു വിടുന്നതാണ്. ഹരിശങ്കറാണ് പറയുന്നത് അടുത്ത് ചെല്ലണം, നീ ഇച്ചിരി കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. അപ്പൊ അത് അനുസരിച്ച് എന്താണ്, നമ്മുടെ വൈജയുടെ മൂത്ത മകന് നേരെ ചെല്ലുകയാണ് എങ്ങോട്ടേക്ക്, അലീനയുടെ അടുത്തേക്ക്. അങ്ങനെ അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട്, അല്ല പണിയൊക്കെ കഴിഞ്ഞോ? ആ പണിയൊക്കെ കഴിയാറായി, എന്താ എന്തെങ്കിലും വേണോ, വെള്ളമോ ചായയോ വല്ലതും? അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ നമ്മുടെ ആരാ, ഹരിചന്ദ്രൻ അല്ല, സോറി ഹരിചന്ദ്രൻ അല്ലല്ലോ, ഹരിയില്ല, ഹരിശങ്കർ. അതെ, പെട്ടെന്ന് അപ്പുറം വരെ ഒന്ന് പോയപ്പോഴത്തേക്ക് വിഷയത്തിൽ നിന്ന് വിട്ടുപോയതാണ്. അങ്ങനെ ഹരിശങ്കർ ചായ കൊണ്ട് കൊടുക്കാൻ നേരത്തെ ഒരു കിസ് അടിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ അത് സത്യമാണെന്ന് തോന്നിപ്പോവാണ്. കാരണം ചായ തരാന്ന് നമ്മുടെ അലീന പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക്, അലീന ചായ തരാന്ന് പറഞ്ഞ വേറൊന്നുമല്ല, ജസ്റ്റ് ഒരാൾ അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും വെള്ളം വേണോ ചായ വേണോ എന്ന് സ്വാഭാവികമായിട്ടും മാന്യതയുടെ ആ ഒരു ഇതിൽ ചോദിക്കും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതേ. അപ്പൊ ഏതായാലും അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് പതുങ്ങിയൊക്കെ നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ഹരി കാണിക്കുന്നത് പോലെ പെട്ടെന്ന് കയറി പിടിക്കാനോ അല്ലെങ്കിൽ അത്രയ്ക്ക് തന്ത്രമായിട്ട് നിൽക്കാനോ ഉള്ള ആ ഒരു ധൈര്യമില്ല ഈ പറയുന്ന നമ്മുടെ വൈജയുടെ മോന്. കാരണം വൈജയനെ പേടിയുണ്ട് പിള്ളേർക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഹരീനെ പോലെ അത്രയ്ക്ക് വഷളല്ല, പക്ഷെ ഹരി വഷളാക്കാൻ നോക്കുന്നുണ്ട്. അതാണ് ഈ പുള്ളിയുടെ കുഴപ്പമെന്ന് പറയുന്നത്. ഈ നമ്മുടെ വൈജയുടെ മോന്റെ കുഴപ്പമെന്ന് പറയുന്നത് ധൈര്യമില്ല. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ പരിങ്ങി അവിടെ നിൽക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പുള്ളിക്കാരൻ അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ അലീനയ്ക്കും എന്തൊക്കെയോ ചെറിയ സംശയങ്ങളൊക്കെ തോന്നുവാണ്. എന്തായിരിക്കും കിച്ചണിൽ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? എൻ്റെ ഈശ്വര, അവൻ എൻ്റെ ആങ്ങളെയല്ലേ, ഞാനവൻ്റെ ചേച്ചിയല്ലേ, അവൻ്റെ മനസ്സിലും മറ്റവൻ്റെ മനസ്സിൽ തോന്നിയ പോലെ വല്ലതും തോന്നിയിട്ടുണ്ടായിരിക്കുമോ? എൻ്റെ ഈശോയെ, അങ്ങനെയൊന്നും തോന്നിക്കരുത് എൻ്റെ ഈശോയെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അലീന. കാരണം സ്വന്തം ആങ്ങളെയാണെന്നൊന്ന് ഓർത്തോണം. മനസ്സിൽ പോലും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ അതറിയില്ല, അവരുടെ പ്രായം അതാണ്, ആ ചെക്കന്മാരുടെ പ്രായം അതാണ്. ആര് പറഞ്ഞാലും കേൾക്കുന്ന പ്രായമല്ല, കുറച്ച് വികാരം കൂടി നിൽക്കുന്ന പ്രായമാണല്ലോ ആ പ്രായം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അലീന പേടിച്ചൊന്ന് പോകുന്നുണ്ട്. എന്നാലും ആ ഒരു സീൻ അങ്ങനെ തീരാണ്. പിന്നെയാണല്ലേ ആ വലിയ സംഭവം നടക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ വൈജ വന്നു. വൈജ ആ ഒരു മോതിരം തപ്പാണ്, മോതിരം കാണുന്നില്ല. അപ്പൊ മക്കളെയൊക്കെ വിളിച്ചു, ഇങ്ങ് വന്നേ, കൃഷ്ണ ഇങ്ങ് വന്നേന്ന് ചോദിച്ചു. ഞാൻ മോതിരം കണ്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും വിളിച്ചു, ഞാൻ മോതിരം കണ്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരോടും ചോദിക്കുകയാണ്. എല്ലാവരോടെന്ന് പറഞ്ഞാൽ മക്കളോട് എല്ലാവരോടും ചോദിച്ചു, മോതിരം കണ്ടില്ല. പിന്നെ അത് എവിടെ പോയതായിരിക്കും? അപ്പോഴാണ് ആ നടുക്കത്തെ ആ തലതെറിച്ച പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് പറയുന്ന ആരോടും മിണ്ടാത്തെ ഒരു കോല് പോലിരിക്കുന്ന പെണ്ണ്. അതെ, ഇവിടെ ഞങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത്, ഇവിടെ ഉള്ള ബാക്കിയുള്ളവരോടൊക്കെ കൂടെ ചോദിക്കാൻ പറഞ്ഞു. അല്ല, നീ ആരെയും ഉദ്ദേശിച്ചത്? അല്ല, ഇവിടെ വേറൊരു പെണ്ണും കൂടെ ഉണ്ടല്ലോ, അലീന. അപ്പോഴത്തേക്കുമാണ്, ഓ ശരിയാണല്ലോ, ഇതുവരെ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം കാണാതെ പോയിട്ടില്ല. അപ്പം എൻ്റെ മോതിരം എവിടെ പോയതായിരിക്കും? അല്ല, അലീനയോട് തന്നെ ഒന്ന് ചോദിക്കാം. എടി അലീനെ, ഇവിടെ വന്നേന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ അലീന വന്നു. എന്താ മേഡം? ദേ, ഇവിടെ നിന്ന് നീ എന്താ ഇന്ന് എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് നീ തിരിച്ചു തന്നോ. അയ്യോ മേഡം, ഞാൻ എന്തെടുക്കാനാ, ഞാനൊന്നും എടുത്തിട്ടില്ല. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഈ വീട്ടില് കുറേ വേലക്കാരികൾ വന്ന് നിന്നിട്ടുണ്ട്, എന്നിട്ടും ഇതുവരെ ഇതുപോലെ ഒരു പരിപാടി കാണിച്ചിട്ടില്ല. മാത്രല്ല, നീ വന്ന് കയറിയപ്പോ ഞാൻ നിന്നെ ഉപദേശിച്ചതാണ്, നീ സ്വന്തം വീടായിട്ടൊന്നും കാണണ്ട. സ്വന്തം വീടായിട്ട് കണ്ട ഇവിടെയുള്ള മോതിരമൊക്കെ, മോതിരം എന്നല്ല സ്വർണങ്ങളൊക്കെ നീ സ്വന്തമായിട്ട് കണ്ട് എടുത്തോണ്ട് പോകുന്നു. പറയടി, സത്യം പറയടി, എന്തിയടി നീ എടുത്ത ആ മോതിരം എന്തിയെ? ആരുമില്ലാത്ത തക്കം നോക്കി മോതിരം എടുത്ത് നീ നിന്റെ ബാഗിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടോ? അയ്യോ മേഡം, ഒരിക്കലും ഞാൻ കക്കില്ല, ഞാൻ മോഷ്ടിക്കില്ല, ഞാൻ നുണയും പറയാറില്ല മേഡം, ഞാൻ എടുത്തിട്ടില്ല. ദേ, സത്യം പറഞ്ഞോ നീ? മോതിരം എന്തിയെന്നാ ചോദിച്ചത്? മേഡം, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഒന്നും കക്കേണ്ട ആവശ്യമില്ല. എനിക്കെന്തിനാ മോതിരം? അല്ല, അതിപ്പോ കിട്ടിയിട്ട് ഞാൻ എന്തെടുക്കാനാ? ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്ന എനിക്ക് എന്തിനാ മോതിരവും പൈസയൊക്കെ? ദേ, കൂടുതൽ അഭ്യാസം കാണിക്കരുത് കേട്ടോ. ഇതുപോലെ പല വേലക്കാരികളും പല വീടുകളിൽ നിന്നും പലതും മോഷ്ടിച്ചിട്ടുണ്ട്. ആ കഥകളൊക്കെ എനിക്കറിയാം. എൻ്റെ അടുത്ത് അടവൊന്നും വേണ്ട അലീനെ, മര്യാദയ്ക്ക് മോതിരം തരാനാ പറഞ്ഞത്. ഏതായാലും അവിടെ ഭയങ്കര വിഷയമാവുകയാണ് കേട്ടോ.
നമ്മുടെ അലീന പറഞ്ഞു, ഇല്ല ഞാൻ എടുത്തിട്ടില്ലെന്നാ പറഞ്ഞത് എന്ന് പറയുന്നു. ഓഹോ, അങ്ങനെയാണെങ്കിൽ നീ എടുത്തിട്ടില്ലെങ്കിലേ നിന്റെ റൂമിലൊന്ന് പോയി നോക്കട്ടെ, നിനക്ക് വേറെ ഒന്നും ഇല്ലല്ലോ, നിന്റെ റൂമിൽ കുറച്ച് പാണ്ടക്കെട്ടിരിപ്പുണ്ടല്ലോ, ഒന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അലീന പറഞ്ഞു, പോയി നോക്കിക്കോ മേഡം, പോയി നോക്കിക്കോ, ദേ അതിനകത്തെങ്ങാണം അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ മേഡം എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോ, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഒരു മുതലെടുക്കേണ്ട കാര്യമില്ല, എനിക്ക് ആവശ്യമില്ല. ഞാൻ മോതിരം ഇടുവോ അല്ലെങ്കിൽ മോതിരം കൊണ്ട് പണയം വെക്കുവോ അത് വിൽക്കുവോ ഒന്നും ചെയ്യില്ല. കാരണം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാറ് പോലും ഇല്ലല്ലോ മേഡം, പിന്നെ മേഡം എന്തിനാ എന്നെ കുറ്റം വെക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ അലീന കുറച്ച് ഷൗട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. നിർത്തടി നിന്റെ അധിക പ്രസംഗം, ഞാൻ ഇപ്പൊ കാണിച്ചു തരാടി എന്ന് പറഞ്ഞ് നേരെ ചെല്ലുവാണ് എങ്ങോട്ടേക്ക്, റൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും, വൈജ മോളെ നീ എന്താ അവിടെ കിടന്ന് ഒച്ച വെക്കുന്നു, കുറെ നേരം ആയല്ലോ. എന്താ ഒച്ച വെക്കുന്നതെന്ന് അറിയണോ അല്ലേ, ഇവളെ എന്റെ മോതിരം മോഷ്ടിച്ചിരിക്കണോ. ആര്? അലീനയോ? ദേ നീ വെറുതെ നോണ പറയാതെ. ഞാനാണോ നോണ പറയുന്നത്? ഇവളാ നോണ പറയുന്നത്. ഇവള് എന്റെ മോതിരം മോഷ്ടിച്ചു, അത് ഉറപ്പായ കാര്യമാണ്, എനിക്ക് ചെക്ക് ചെയ്യണം, ഇവളുടെ എല്ലാ സാധനങ്ങളും എനിക്ക് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മുടെ വൈജ നേരെ പോയി എല്ലാ സാധനങ്ങളും എടുത്ത് വലിച്ചു വാരിയിട്ട് ചെക്ക് ചെയ്തു, ക്ലീനാക്കി. മിണുങ്ങസ്യാന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. മോതിരം പോയിട്ട് അതിനകത്തുനിന്ന് വിലപിടിപ്പുള്ള ഒരു ടവല് കഷ്ണം പോലും കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം എല്ലാം ഈ നൈറ്റി തുണികളൊക്കെ കൊണ്ട് വെട്ടി തയ്ച്ച കുറേ ചുരിദാറുകള്. എവിടെ കൊണ്ടാടി നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മോതിരം? സത്യം പറയടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഞാൻ എടുത്തിട്ടില്ലെന്ന്, എനിക്ക് അങ്ങനെ കക്കേണ്ട ആവശ്യമില്ല, ഞാൻ ആരുടെ മുതലും കക്കാൻ പഠിച്ചിട്ടില്ല, ഞങ്ങളുടെ മമ്മി ഞങ്ങളെ അങ്ങനെയല്ല വളർത്തിയത്. നിങ്ങളുടെ മമ്മി, നീ നിർത്തിക്കോ നിന്റെ കുറെ മമ്മിയും കുറെ കള്ള കണ്ണീരും. ഞാന് കരഞ്ഞില്ലല്ലോ അതിന്. കരയില്ല നീ, ദേ വെച്ചിട്ടുണ്ടേ നിനക്ക് ഞാൻ എന്ന് പറഞ്ഞ് തുള്ളിയിട്ട് അങ്ങ് പോയി. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, എന്താ മോളെ? എനിക്കറിയില്ല മുത്തശ്ശി, എന്തോ മോതിരം കാണുന്നില്ലെന്നോ അത് ആരൊക്കെയോ എടുത്തെന്നോ ഞാൻ എടുത്തെന്നോ ഒക്കെയാ പറയുന്നത്. ഇവളുടെ ഒരു കാര്യം, ഈ പെണ്ണിന് എന്തിന്റെ സൂക്കേടാ ഇത്, എനിക്കറിയത്തില്ല. എന്ത് കണ്ടാലും കേട്ടാലും അങ്ങ് എടുത്തു ചാടി കണ്ണും പൂട്ടി അങ്ങ് ആരോടും വേണ്ടാത്തതും വേണ്ടെന്നൊക്കെ അവള് പറഞ്ഞോളും. അവളുടെ വായി വരുന്നത് അവള് പറഞ്ഞില്ലെങ്കിലേ അവൾക്കൊരു സ്വസ്ഥതയും സമാധാനവും കിട്ടത്തില്ല. ഇങ്ങനെ ഒരു പെണ്ണായി പോയല്ലോ എന്റെ വയറ്റിൽ വന്ന് കുരുത്തത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞു കേട്ടോ. മുത്തശ്ശിയോട് പറഞ്ഞ്, സാരമില്ല, ഞാനാണല്ലോ ഈ വീട്ടിൽ നിന്ന് പുറത്തൊരാളായിട്ടുള്ളൂ, അപ്പൊ മേഡത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മേഡത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന അങ്ങ് പോവുക, ഇപ്പൊ വരാന്ന് പറഞ്ഞ. അങ്ങനെ അലീന നേരെ ചെല്ലുന്നത് നമ്മുടെ വൈജയുടെ അടുത്തേക്കാണ് കേട്ടോ. അലീനയ്ക്ക് രണ്ടെണ്ണം പറഞ്ഞില്ല, സമാധാനം കിട്ടത്തില്ല. അലീന പറഞ്ഞു, അല്ല മേഡം എന്റെ ബാഗിനകത്ത് തപ്പിയിട്ട് മോതിരം കിട്ടിയില്ലല്ലോ. അപ്പം കിട്ടിയില്ല, അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? മേഡം ഇത് മോശമായി പോയിട്ടോ. കൈതയ്ക്കൽ കുഞ്ഞിരാമമേനോന്റെ മോള്, ഒരുപാട് സ്വത്തും പണവും ഉള്ള മോള്, ഒരുപാട് കടകളുള്ള മോള്, സ്വർണ്ണക്കട, അതുപോലെ ഒത്തിരി കടകളുള്ള ഭർത്താവിന്റെ ഒരു ഭാര്യ. എന്നിട്ട് ഇത് മോശമല്ലേ മേഡം? ഇത് മേഡത്തിന് നിരക്കുന്ന പരിപാടിയല്ല, മേഡത്തിന് തരം താഴ്ത്തുന്ന പരിപാടിയാ. ഇത്തിപ്പോന്നൊരു മോതിരത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിച്ച് അതപ്പതിക്കാനേ മേഡത്തിന് ലജ്ജയില്ലേ, നാണമില്ലേ എന്നിങ്ങനെ ചോദിച്ചു. ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ വൈജയുടെ കാലിന്ന് അങ്ങോട്ട് പെരുത്ത്, ഇത്രയും ചെറുതായി പോകരുത് മേഡം, മേഡത്തിന് ഞാനൊരു വില ഇട്ടിട്ടുണ്ടായിരുന്നു, സത്യമായിട്ടുമേ ഇപ്പം ആ വില നഷ്ടപ്പെട്ടു എന്നും കൂടെ ആട്ടോ നമ്മുടെ അലീന പറഞ്ഞത്. ഇതൂടെ കേട്ട് കഴിയുമ്പോൾ തരിച്ച് കയറുവല്ലേ നമ്മുടെ വൈജയ്ക്ക്. അങ്ങോട്ട് തരിച്ച് കയറിയിട്ട് അങ്ങോട്ട് ഇറങ്ങി ഒരു ഒറ്റ പോക്ക് പോവുകയും നമ്മുടെ ബാലചന്ദ്ര മേനോന്റെ മുമ്പിലേക്ക്. ബാലചന്ദ്ര മേനോനും ഇതെല്ലാം കേട്ട് കേട്ടോ. ബാലചന്ദ്ര മേനോനും അല്ല. മതിയായോടി നിനക്ക്? ഇതിൽ കൂടുതൽ നാണക്കേട് എന്താടി ഉള്ളത്? മതിയായില്ലേ നിനക്ക് എന്ന് ചോദിക്കാണ് കേട്ടോ. അങ്ങ് വെന്തുരുകി അങ്ങ് പോയി എന്ന് പറയാം. ഇതിൽ കൂടുതൽ വെന്തുരുകാനില്ല. നമ്മുടെ വൈജ അലീനയുടെ അടുത്ത് വെറും 0 ആയിപ്പോയി, 0. അപ്പം ആ ഒരു സീനൊക്കെയാണ്, കിട്ടില്ലൻ സീനാണ് കേട്ടോ. അപ്പം നാളെ കാണാനൊക്കെ പോകുന്നത്. അപ്പൊ രാവിലെ ഫുൾ വിശേഷമായിട്ട് ഞാൻ വരും. പറഞ്ഞു നാളത്തെ ഫുൾ വിശേഷം ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നാളത്തെ വിശേഷം മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന കുറച്ച് ദിവസത്തെ വിശേഷം കൂടെ ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ. അതിപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കുറെ ലെങ്ത് ആയി പോകും. ഞാൻ പറയണ്ടല്ലോ, ഇപ്പൊ തന്നെ 14 മിനിറ്റ് ആയി. അപ്പൊ ഇനി ഞാനത് പറയാൻ നിന്നാൽ കുറച്ച് ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ അത്രയും പറയുന്നില്ല കേട്ടോ. നമുക്ക് വഴി അറിയാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. അതിനോടൊപ്പം ഒരു ഹൈപ്പും കൂടെ ചെയ്യുക. പിന്നെ നമ്മുടെ ബിസിനസിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജിൽജിൽ ജിന്നുവിനകത്താണ് കേട്ടോ. അപ്പം ആ ചാനലിൽ പോയി നോക്കി ഷോർട്ട് വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓണം കളക്ഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ടാറ്റ ബൈ ബൈ, ലൈക്ക് അടിക്കാൻ മറക്കരുതേ.